മൺസൂൺ മഴക്കാലത്തെ മറ്റൊരു സുന്ദര പ്രഭാതം, ഒരു ചെറിയ യാത്ര. ഡിയർ ഫ്രണ്ട്സ്, പോരൂ ഞങ്ങളോടൊപ്പം. നേരം നന്നായി വെളുത്തിട്ടുണ്ട്. എന്നിരുന്നാലും കോടമഞ്ഞ് പുതപ്പിൻ കീഴിലെ സുഖകരമായ നിദ്രയുടെ ആലസ്യം വിട്ടുണരുന്നതേ ഉള്ളൂ പ്രകൃതി. ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ബസ്സിനുള്ളിൽ വലിയ തിരക്കൊന്നുമില്ല. ശുദ്ധസംഗീതത്തിൻ്റെ അകമ്പടിയിൽ ജനാലച്ചില്ലയിലൂടെ പുറത്തേക്ക് നോക്കി കിഴക്കൻ പ്രദേശങ്ങളുടെ ഈ പ്രകൃതി രമണീയത ആവോളം ആസ്വദിച്ച് സ്വയം മറന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരവും സമയവും ഒന്നും കടന്നു പോകുന്നത് അറിയുന്നേയില്ല. എങ്കിലും നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണെന്നോ? ഇടുക്കിയിൽ അയ്യപ്പൻകോവിൽ എന്ന സുന്ദരമായ ഗ്രാമം. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ തൂക്കുപാലം. ഇടുക്കി മിടുക്കിയാണ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ശരി തന്നെയാണ്. മലനിരകളും കാടും പുഴകളും ഒക്കെ കൊണ്ട് ഏറെ സുന്ദരമാണ് ഇടുക്കി. കൂടാതെ ഏലവും കുരുമുളകും ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ നാട് കൂടിയാണിത്. ഈ പ്രദേശം കൂടുതൽ മനോഹരമായി തോന്നുന്നു. ഒരു ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിൽ വരച്ചു വെച്ചതുപോലെയാണ് ഇവിടെ പ്രകൃതി. അല്ലെങ്കിലും ഏറ്റവും വലിയ ചിത്രകാരൻ്റെ കരവിരുതാണല്ലോ നമുക്ക് സമ്മാനമായി തന്നിരിക്കുന്ന ഈ സുന്ദരമായ ഭൂമി. ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഇടുക്കി ഡാം പണിത കാലത്ത്, അതായത് 1963 ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ പ്രദേശം വളരെ ജനനിബിഡമായ ഒരു ടൗൺഷിപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഡാമിൻ്റെ റിസർവോയറായിട്ട് ഈ പ്രദേശം മാറുമ്പോൾ ഇവിടെ നിന്ന് പിന്നീട് ജനങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഡാമിൽ വെള്ളം നിറയുമ്പോൾ, അതായത് പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഈ പ്രദേശമാകെ വെള്ളത്തിൽ മുങ്ങും. ഒരു 6 മാസക്കാലം ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജനജീവിതം വളരെ ദുഷ്കരമാകും. അപ്പോൾ ഈ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചത്. ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നോക്കൂ, ഇവിടേക്ക് എത്തുന്നവർ ഈ പുഴയിൽ മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ പൊതുവെ എല്ലായിടവും മഴക്കാലമാണ്. എങ്കിലും കോട്ടയത്ത് 2-3 ദിവസമായിട്ട് മഴയൊന്നും മാറി നിൽക്കുന്നത് കൊണ്ട് പുഴയിലധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പാലമാണ് ഈ കാണുന്നത്. പക്ഷേ നല്ല വെള്ളപ്പൊക്കം ആയിക്കഴിഞ്ഞാൽ ഈ പാലം ഉൾപ്പെടെ ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലാവും. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും. ആ പ്രദേശവും ഇവിടവും എല്ലാം 6 മാസക്കാലം വെള്ളത്തിനടിയിലാണ്. ഒരേ സമയം 40 പേർക്ക് മാത്രമാണ് പാലത്തിൽ കയറുവാനായിട്ടുള്ള അനുവാദമുള്ളൂ. ഈ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ആടുകയും കുലുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ തൂക്കുപാലമല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രദേശത്തെ കാഴ്ച വിശേഷങ്ങൾ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.